ലോകരാഷ്ട്രങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് സദാസമയവും പ്രസ്താവനകളും ഭീഷണികളും മുഴക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മറ്റൊരു കാരണത്താൽ വാർത്തകളിൽ നിറയുകയാണ്. ശത്രു രാജ്യങ്ങളിലെ ഭരണാധികാരികളെ തട്ടിക്കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പുകൾ നൽകിയും ആഗോള വ്യാപാരത്തിൽ കടുത്ത താരിഫുകൾ അടിച്ചേൽപ്പിച്ച് ഗ്രീൻലാൻഡ് മുതൽ കൊളംബിയ വരെയുള്ള രാജ്യങ്ങൾ മുൾമുനയിൽ നിർത്തിയും വാർത്തകളിൽ നിറയുന്ന ട്രംപ് തന്നെ നിർണായകമായ ഔദ്യോഗിക യോഗങ്ങൾക്കിടയിൽ ഉറങ്ങിപ്പോകുന്നു എന്ന വാദമാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഒരു വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് മീറ്റിംഗിനിടെ പ്രസിഡന്റ് ട്രംപ് കണ്ണടച്ചിരിക്കുന്നതും ഉറക്കത്തിലേക്ക് വീഴുന്നതുമായാണ് ഈ വീഡിയോയിൽ വ്യക്തമായി കാണുന്നത്. തന്റെ 79-ാം വയസ്സിലും അസാമാന്യമായ ഊർജത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എതിരാളികളെ കളിയാക്കാൻ ട്രംപ് തന്നെ പണ്ട് പ്രയോഗിച്ച ആയുധങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേരെ തന്നെ തിരിയുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രായത്തെയും ഓർമ്മക്കുറവിനെയും കളിയാക്കിക്കൊണ്ട് സ്ലീപ്പി ജോ അഥവാ ഉറക്കം തൂങ്ങിയ ജോ എന്ന പേര് നൽകിയത് ട്രംപ് ആയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉടനീളം ബൈഡൻ ശാരീരികമായി അവശനാണെന്നും പ്രധാനപ്പെട്ട വേദികളിൽ ഉറങ്ങിപ്പോകുന്നുവെന്നും ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പ്രായം നൽകുന്ന ക്ഷീണത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് ഹൗസിലെ നിർണായക യോഗങ്ങൾക്കിടയിൽ താൻ തന്നെ കണ്ണടച്ചിരിക്കുന്നത് ക്യാമറകൾ ഒപ്പിയെടുത്തത് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. മാസങ്ങൾക്കുള്ളിൽ 80-ാം വയസ്സിലേക്ക് കടക്കാൻ പോകുന്ന ട്രംപിന് പഴയ ഊർജം നഷ്ടപ്പെടുന്നുവെന്ന വിമർശനം അമേരിക്കൻ മാധ്യമങ്ങൾക്കിടയിൽ ശക്തമാണ്. ട്രംപിന്റെ ഉറക്കം തൂങ്ങിയ ഇരിപ്പ് തമാശ രൂപേണ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ വിശദീകരണവുമായി നേരിട്ട് രംഗത്ത് വരാൻ അദ്ദേഹം നിർബന്ധിതനായിരിക്കുകയാണ്. തന്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ചും പ്രായത്തെക്കുറിച്ചും ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പതിവ് പോലെ പരിഹാസവും ന്യായീകരണവും കലർന്ന ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തെക്കുറിച്ച് നേരിട്ട് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം ആരോപണം നിഷേധിച്ചു. താൻ ഉറങ്ങിയിട്ടില്ലെന്നും മറിച്ച് ആ യോഗത്തിൽ ദൈർഘ്യം കുറച്ച് കൂടുതലായതിനാൽ ഒന്ന് വിശ്രമിക്കാൻ ശ്രമിച്ചതാണെന്നുമാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. ആ ക്യാബിനറ്റ് മീറ്റിംഗിന് മുൻപ് നടന്ന പത്രസമ്മേളനവും മറ്റ് ചർച്ചകളും ഏകദേശം 3 മണിക്കൂറിലധികം നീണ്ടുനിന്നിരുന്നു. ഒരു നീണ്ട പ്രസംഗത്തിന് ശേഷം നടന്ന ആ ചർച്ചാ വിഷയം അങ്ങേയറ്റം ബോറിംഗ് അഥവാ മുഷിപ്പിക്കുന്നതായിരുന്നു എന്നാണ് ട്രംപിന്റെ വാദം. ആ സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിച്ചത് കൊണ്ടും കണ്ണുകൾക്കുണ്ടായ ക്ഷീണം മാറ്റുമാണ് താൻ കണ്ണടച്ചത്, അല്ലാതെ അത് ഉറക്കമായിരുന്നില്ലെന്നും അദ്ദേഹം അറിയിച്ചു. യോഗത്തിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കാനാണ് താൻ ആഗ്രഹിച്ചതെന്നും അവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ അത്രമേൽ വിരസതമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇത്തരം വിശദീകരണങ്ങൾ ട്രംപ് നൽകുമ്പോഴും അതിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഗൗരവകരമായ നിരീക്ഷണങ്ങളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത്. പ്രസിഡന്റിനെ സ്ഥിരമായി അനുഗമിക്കുന്ന ചില മുതിർന്ന മാധ്യമപ്രവർത്തകർ പറയുന്നത് ട്രംപിന് ജോലി ചെയ്യാനുള്ള ആഗ്രഹത്തിന് കുറവില്ലെങ്കിലും പ്രായം അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ്. മുൻപ് കാട്ടിയിരുന്ന കഠിനാധ്വാനം ചെയ്യാനുള്ള ശേഷി ഇപ്പോൾ അദ്ദേഹത്തിന് ഇല്ലെന്നും ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ചർച്ചകളിൽ അദ്ദേഹത്തിന് ഏകാഗ്രത നഷ്ടപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ കൈകളിൽ അടുത്തിടെ കണ്ട ചില മുറിവുകളും പാടുകളും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾക്കിടയാക്കി. ഒരു വശത്ത് ലോകത്തെ വിറപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുമ്പോഴും മറുവശത്ത് അദ്ദേഹം ശാരീരികമായി തളർച്ച നേരിടുന്നുണ്ടോ എന്ന് പലരും ആശങ്കപ്പെടുന്നു. ശത്രു രാജ്യങ്ങൾ ഈ ബലഹീനത മുതലെടുക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഏത് സമയത്തും ആരെയും ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ട്രംപിനെ പോലുള്ള ഒരാൾ ഭരണത്തിലെ തലപ്പത്തിരിക്കുമ്പോൾ ഇത്തരം ശാരീരിക അവശതകൾ വലിയ ചർച്ചാ വിഷയമായി മാറുന്നതും സ്വാഭാവികമാണ്. ട്രംപിന്റെ ഈ അവസ്ഥയെ അമേരിക്കയിലെ രാഷ്ട്രീയ നിരീക്ഷകർ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതും. ബൈഡനെതിരെ ഉന്നയിച്ച അതേ പ്രായത്തിന്റെ ആനുകൂല്യം ട്രംപ് ഇപ്പോൾ തനിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഭരണനിർവഹണത്തിലെ വിരസതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ക്യാബിനറ്റ് മീറ്റിംഗിനെ ബോറിംഗ് എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. യോഗം വിരസമാണെങ്കിൽ പിന്നെ കണ്ണടിച്ചിരിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ആരാധകർക്കിടയിൽ സ്വീകാര്യത നേടുന്നുണ്ടെങ്കിലും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അത് വലിയൊരു അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. ഉറങ്ങുന്ന പ്രസിഡന്റ് എന്ന ലേബൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കളങ്കമാകുമെന്ന് ട്രംപ് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര വേഗത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായതും. അമേരിക്കൻ പ്രസിഡന്റ് പദവി അങ്ങേയറ്റം സമ്മർദ്ദം നിറഞ്ഞ ഒന്നാണെന്നും ആ പ്രായത്തിൽ ഇത്തരമൊരു ക്ഷീണം ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും ഒരു വിഭാഗം വാദിക്കുമ്പോൾ താൻ എപ്പോഴും ശക്തനാണെന്ന് കാണിക്കാനുള്ള ട്രംപിന്റെ തീവ്ര ശ്രമമാണ് ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നത്. ലോകത്തിന്റെ സുരക്ഷയും സാമ്പത്തിക നിലയും തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഭരണാധികാരി കണ്ണടച്ചിരിക്കുന്നത് ആ രാജ്യത്തിന് നൽകുന്ന സന്ദേശം ഗുണകരമല്ല. ഈ വീഡിയോ വരും ദിവസങ്ങളിൽ ട്രംപിന്റെ രാഷ്ട്രീയ ശത്രുക്കൾ വലിയ തോതിൽ ആയുധമാക്കാനും സാധ്യതയുണ്ട്.
എന്നിരുന്നാലും ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാനുള്ള ട്രംപിന്റെ കഴിവ് പലപ്പോഴും ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. തന്റെ വിശ്രമത്തെ ഒരു പ്രതിഷേധമായി ചിത്രീകരിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത്.